സമയട്ടാ ഇപ്പോ നമ്മുടെ ആശാസമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കൂടിയിട്ട് മാർച്ചിൽ കൂടെ പോയിട്ടേ ഉള്ളൂ. നമ്മുടെ സാംസ്കാരിക മേഖലയും അതേപോലെ തന്നെ ഒരു ജനകീയ സമരമായിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷെ ഇന്ന് ഭരണപക്ഷത്തുള്ളത് ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ്. അതിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ളത് സി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്. പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ഞങ്ങൾ പ്രവർത്തിക്കുന്നതടക്കം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ആശാസമരത്തിന് സമയത്ത് എങ്ങനെയാ കാണുന്നത്? ഞാൻ ഈ ആശാസമരത്തിൻ്റെ ഇപ്പോൾ കാണുന്നത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ വർഗീയ ഫാസിസം പോലെ തന്നെ എതിർക്കപ്പെടേണ്ട ഒരു പൊളിറ്റിക്കൽ ഫാസിസത്തിൻ്റെ ഭീകരമുഖമാണ് ആശാസമരത്തെ നേരിടുന്നതിലൂടെ കേരള സർക്കാർ കാണിച്ചു തരുന്നത്. മറ്റേത് വർഗീയതയുടെ ഫാസിസമാണെങ്കിൽ ഇത് പൊളിറ്റിക്കൽ ഫാസിസമാണ്. ഞങ്ങൾ ഭരിക്കുന്നു, ഞങ്ങൾക്കെതിരെ ഒരു തൊഴിലാളി വർഗം ഒരു സമരം നടത്താൻ പാടില്ല. ഈ ആശാസമരം തുടങ്ങിയ കാലം മുതൽ CPIM-ന്റെ നേതാക്കന്മാരും ഭരണത്തിലെ മന്ത്രിമാരും സാംസ്കാരിക മന്ത്രി എന്ന് പറയുന്ന സജി ചെറിയാൻ അടക്കമുള്ളവർ ഈ സമരത്തെക്കുറിച്ച് പറഞ്ഞ എല്ലാ കമന്റുകളും ഈ സമരം ചെയ്യാൻ ഇവർക്ക് എന്താ അവകാശം? തൊഴിലാളികളുടെ പേരിൽ സമരം ചെയ്യാൻ ഇവർക്ക് എന്താ അവകാശം? ഇവര് പാട്ടപ്പിരിവുകാരാണ്, ഒരാളില്ലാ പാർട്ടികളാണ് എന്നെല്ലാമാണ് ആദ്യം മുതലേ തുടങ്ങിയ ആക്ഷേപം. കാരണം ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന SUC എന്ന സോഷ്യൽ യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് ഈ ആശാസമരത്തിന്റെ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർ എന്നുള്ള സഖാവ് മിനി അടക്കമുള്ളവര്. അതുകൊണ്ടാണ് ഇവര് പറഞ്ഞത് ഇവര് സമരം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫാസിസത്തിന്റെ മുഖമാണ് കേരള സർക്കാർ ഇന്ന് കാണിക്കുന്നത്. അതായത് ഒരു ആഢ്യത്വത്തിന്റെയും അധികാരത്തിന്റെയും സ്വഭാവമുള്ള ഞങ്ങളാണ് അധികാരികളായി. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ അധികാരികളായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരല്ല അധികാരികൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ അധികാരികളായാലും അവർ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണത് പണ്ട് പറഞ്ഞു വന്നവരാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് അധികാരികളാ. സോ ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി. നിങ്ങൾ തൊഴിലാളികളായിട്ട് പോലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ആശാസ വർക്കേഴ്സിന് തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ തയ്യാറില്ല. കാരണം അവര് പറയുന്ന വളരെ മൃദുവായ കുറച്ച് കാര്യങ്ങളാ. അവര് പറയുന്നത് ഞങ്ങളുടെ ശമ്പളത്തിൽ ഒരു ചെറിയ വർധനവ്. ഇവര് പറയുന്നത് കാശില്ല. ഇപ്പൊ 100 കോടി രൂപയ്ക്കാണ് സർക്കാരിന്റെ 4ാം വാർഷികത്തിന് ചെലവാക്കുന്നത്. AC പന്തല് 40 കോടി രൂപ മുടക്കുന്ന AC പന്തല് വെക്കാൻ. അതായത് കൂളിംഗ് ആശാവർക്കർമാർക്ക് തൊഴിലാളികൾക്ക് കാശ് കൊടുക്കാതെ അവരുടെ തൊഴിലിന് വേതനം കൂട്ടാതെ ഈ പറയുന്ന 42 കോടി രൂപയോളം മുടക്കിയിട്ടാണ് വാർഷികാഘോഷം നടത്തുന്നത്. അത് മുഖ്യമന്ത്രിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും ഫോട്ടോ വെച്ച ഫ്ലെക്സ് വെക്കാൻ 26 കോടി രൂപ 36 കോടി രൂപ 40 കോടി രൂപ പന്തല് പണിയാൻ, അതും കൂൾ പന്തൽ. പിന്നെ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇതൊരു കോർപ്പറേറ്റ് നയങ്ങളാണ്. ഇതൊരു കോർപ്പറേറ്റ് പാർട്ടി, ഒരു കോർപ്പറേറ്റ് നയങ്ങൾ. അതാണ് കാണുന്നത്. ഈ ആശാസമരം ശരിക്കൊരു ജനകീയ സമരമാണല്ലോ. തീർച്ചയായിട്ടും ഒരു ട്രേഡ് യൂണിയൻ സമരമായി തുടങ്ങുകയും കേരളത്തിലെ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുകയും ചെയ്ത. അതുകൊണ്ടാണല്ലോ പാർട്ടിയുടെ സാംസ്കാരിക മുഖം എന്ന് പറയുന്ന പാർട്ടി നിയമിച്ച സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റിന് വരെയും പറയേണ്ട വന്നു, നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടാണ്, നിങ്ങളൊരു ഇടതുപക്ഷമല്ല എന്ന്. സച്ചിദാനന്ദ മാഷിന്റെ പ്രസ്താവനകൾ ആകെ തുക അതാണ്. നിങ്ങളൊരു ഇടതുപക്ഷമേ അല്ല ഈ സർക്കാർ. ഈ സമരത്തെ നേരിടുന്നതിലൂടെ നിങ്ങളൊരു ഇടതുപക്ഷമേ അല്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞെന്ന് സച്ചി മാഷ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇതില് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ സ്വാമിയൊക്കെ ആ ഒരു കാലഘട്ടം തൊട്ടിട്ട് തൊഴിലാളികൾക്ക് വേണ്ടി സമരങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് വന്നിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരു സംഭവത്തില് ഇന്നുള്ള ഈ പറയുന്ന പിണറായി വിജയൻ തൊട്ടിട്ടുള്ള മന്ത്രിമാർക്ക് ചരിത്രബോധം ഇല്ലാത്തതാണോ പ്രശ്നം? അല്ലെങ്കിൽ ചരിത്രബോധം ഉണ്ടായിട്ടും ആ ബോധത്തെ മറച്ചുകൊണ്ട് ഇതാണോ? എന്താണ് തോന്നുന്നത്? അവർക്ക് ചരിത്രബോധമില്ലായ്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് ഇതിന്റെ മൂലകാരണം.
ചരിത്രബോധം ഉണ്ടോ അപ്പോ? സ്വയം ബ്ലെയിം ചെയ്യുന്ന ചരിത്രബോധം ആർക്കും ഇല്ലാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചരിത്രബോധമില്ലായ്മയാണ് ഇവരുടെ പ്രശ്നം എന്ന് ഞാൻ കരുതാത്തത്. പക്ഷെ ഇവർക്ക് ഇവരെ കുറിച്ചൊരു തെറ്റിദ്ധാരണ വന്ന് ഞങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല, ഞങ്ങൾ ഏതാണ്ട് ജനറ്റിക് ആയിട്ട് ജന്മന, മോദി പറഞ്ഞല്ലോ ഒരിക്കൽ, എന്റെ അവതാരം ജന്മം തന്നെ പ്രത്യേക അവതാരമാണ്, ഒരു പ്രത്യേക ക്രിയേഷനാണ്, അവതാര ലക്ഷ്യങ്ങളുള്ളത്. ഞാൻ എന്റെ അവതാരം ജനിതകമല്ല എന്ന് ചിന്തിക്കുന്നു. മാറ്റി പറയേണ്ടി വന്നു. അത് മാറ്റി പറഞ്ഞു എന്നുള്ളത് വേറെ. അത് ഏത് ഫാസിസ്റ്റുകൾക്കും സംഭവിക്കുന്ന ഇതൊക്കെ സാധാരണ പരീക്ഷയിലാണ്. അതിന്റെ മറ്റൊരു മുഖം ഇത്. ഞാൻ ഭരിക്കാനുള്ളവനാണ്, ഞാൻ അധികാരിയാണ്, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ സമരം ചെയ്താൽ മതി, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ മതി, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു 2 സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സുരേഷ് ഗോപിയും പിണറായി വിജയനും ഒരേപോലെ പ്രവർത്തിക്കുന്ന, സുരേഷ് ഗോപി കുറച്ചും കൂടി ഹൈപ്പറാണ്, ഇദ്ദേഹം കുറച്ചും കൂടിയും ശാന്തനാണ്. സുരേഷ് ഗോപി അല്ല, ഇദ്ദേഹത്തോട് കൂട്ടി വായിക്കാൻ ഏറ്റവും പറ്റിയത് നരേന്ദ്രമോദിയെ. പണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് മുണ്ടുടുക്കാത്ത നരേന്ദ്രമോദി എന്ന് പറഞ്ഞ, താറുടുക്കാത്ത നരേന്ദ്രമോദി എന്ന് പറഞ്ഞത് വളരെ ശരി. തീർച്ചയായിട്ടും അതേ ധാരണയാണ് ഇദ്ദേഹത്തിന്. രണ്ടും ഒരേ സ്വഭാവത്തില്, വ്യത്യസ്ത മുഖങ്ങളില്. കാരണം അതിന്റെ കാരണം സച്ചിദാനന്ദ മാഷ് പണ്ട് പറഞ്ഞ്, രണ്ടാമത്തെ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോ സച്ചിദാനന്ദ മാഷ് പറഞ്ഞ് ഇത് കിട്ടരുതായിരുന്നു, ഇത് കിട്ടിയത് നാശത്തിനാണ്, ഇനി ഒരു പ്രാവശ്യം കിട്ടിയത് തീരും. മനസ്സിലാവും. ആ ഒരു സുരേഷ് ഗോപി വെറും ഒരു വിദ്യാസുരൻ, ഡമ്മിയാണ്, ഒരു വെറും വിദ്യാസുരൻ. കാരണം ഇങ്ങനെ സിനിമ കളിച്ച് നടന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് MP ആയപ്പോ ഞാൻ എന്തൊക്കെ ഒരു സംഭവമാണ്. കാരണം അയാളുടെ പ്രസ്താവനകളെല്ലാം അങ്ങനെയാണ്. പക്ഷെ ആളൊരു വിഡ്ഢിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനത് വേറെ രീതിയിൽ കാണുന്ന എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം ഈ തൃശ്ശൂർ വന്നു കഴിഞ്ഞതിന് ശേഷം BJPക്ക് ഇതൊരു വർഗീയ പാർട്ടിയാണ്, ഇതാണ് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് വോട്ട് ചെയ്യുന്ന ഒരു ജനത തൃശ്ശൂർ ഉണ്ടായിരുന്നു. അതിനെ എന്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമ്മുടെ മീൻ മാർക്കറ്റിൽ ടോയ്ലറ്റിന്റെ സംഭവങ്ങള്, കാര്യങ്ങള്, അവർക്ക് ടോയ്ലറ്റിന്റെ വലിയ ഇഷ്യൂ ഉണ്ട് കേട്ടോ, സീരിയസ്ലി. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആൾ വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വൽ ആണ്, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു MP ഈ പറഞ്ഞ പോലെ ആയിട്ടല്ല, ആള് ഇൻഡിവിജ്വൽ ആയിട്ട് ആളുടേതായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ കഴിഞ്ഞതിന് ശേഷം പ്രളയം വന്നാലും ദുരിതം വന്നാലും തിരിഞ്ഞു നോക്കാത്ത ആ ഒരു ഇതില്, ഇപ്പൊ നമ്മളുടെ ഇതില് തന്നെ പല ആൾക്കാരും മലബാർ കലാപത്തിനെ കുറിച്ച് പറയുമ്പോൾ പോലും സുരേഷ് ഗോപിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ രണ്ടും ഒരേ സ്വഭാവം പോലെ എനിക്ക് തോന്നി. അല്ല, സുരേഷ് ഗോപിയുടെ പ്രശ്നം, പുള്ളി ഒരു PRO ഏജൻസിയുടെ കൃത്യമായ നിയന്ത്രണത്തിലാണ് ഈ പറയുന്നത്. അദ്ദേഹം ഒറ്റ കാര്യം ഞാൻ അത് മിസ്സാവും, അതുകൊണ്ടാണ്. അതായത് ജനകീയമായിട്ടുള്ള ഒരു സംഭവം അയാൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ. തീർച്ചയായിട്ടും അതിന് കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വളരെ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യേണ്ട, അതായത് മാറ്റി നിർത്തേണ്ട നേതാക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്കുള്ള സഞ്ചാരങ്ങളായിരുന്നു. അതെ, അതൊക്കെ ശരിയാണ്. അതിലൂടെയാണ് അതൊരിക്കലും ഒരു വിഡ്ഢിയാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതൊരു മാനേജ്മെന്റൽ ടെക്നിക്കാണ്. അതെ. പക്ഷെ അദ്ദേഹം ഇപ്പൊ താൻ പറഞ്ഞ കൂട്ട് ശക്തൻ മാർക്കറ്റിൽ ഒരു പ്രശ്നവും അദ്ദേഹം പരിഹരിച്ചിട്ടില്ല ഇതുവരെ. അതെ, ആകെ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു, ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു, അല്ലാതെ ഒന്നും ചെയ്തില്ല. ഞാൻ ഇതൊക്കെ ചെയ്യുമെന്നൊരു മിഥ്യാധാരണ. എന്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ ഇത്ര കോടി രൂപ ചെലവാക്കും എന്ന് അദ്ദേഹം പറയുകയും കോർപ്പറേഷന്റെ ഭരണാധികാരികൾ അത് വലിയ കാര്യം ഇദ്ദേഹം ചെയ്യും, ഇദ്ദേഹം വലിയ ഭീകരനാണ് എന്ന് അവര് പറയുകയും ചെയ്തു എന്നുള്ള അതിൻ്റെ ഇതുള്ളൂ. അല്ലാതെ ശക്തൻ മാർക്കറ്റിന് കൃത്യമായ ഒരു മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല, വരുത്തുകയില്ല. പിന്നെ ഇപ്പൊ ഭരണത്തിൽ MP ആയിട്ട് ഇത്രയും കൊല്ലമായിട്ട് അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇല്ല, വലിയ വലിയ മാറ്റങ്ങൾ പറഞ്ഞിരുന്നു, വലിയ മാറ്റങ്ങളൊക്കെ പറഞ്ഞു. മെട്രോ തൃശ്ശൂരിലേക്ക് എടുക്കും. അല്ല, അതൊക്കെ പിന്നെ ഞാൻ മാറ്റി നിർത്തും. കാരണം പണ്ട് സ്ഥാനാർത്ഥി സാറമ്മയിലെ പാട്ട് പോലെ എല്ലാ വിമാനത്താവളം ഇറക്കും, വയലിലൊക്കെ ഞങ്ങൾ വിമാനത്താവളം പണിയുന്നു, സ്ഥാനാർത്ഥി സാറമ്മയിലെ ഒരു പാട്ടുണ്ട്. അതുപോലെ ഉള്ളൂ ആ അവകാശം. അതൊക്കെ ഒരു തമാശയായിട്ട് ആളുകൾ തള്ളുള്ളൂ. ഞാൻ ഒരേപോലെ കണ്ട 2 കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞപ്പോ പിണറായി വിജയൻ പറഞ്ഞു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു.
സുരേഷ് ഗോപി എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റീസിനോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് ഒരാളെയും കടത്തി വിടരുതെന്ന് പറഞ്ഞു. അല്ല, രണ്ടിന്റെ ജനിതക സ്വഭാവം ഫാസിസം. അതാണ് ഞാൻ പറഞ്ഞത്, സാമ്യതകൾ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, സുരേഷ് ഗോപി അത് പറയുന്നത് കേന്ദ്രത്തിൽ തന്റെ നേതാവിനെ അദ്ദേഹം ട്രേസ് ചെയ്യാണ്. ഏറ്റവും കുറവ് പത്രസമ്മേളനം നടത്തിയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഒരിക്കലും പത്രക്കാരെ സ്വയം ഫേസ് ചെയ്യാറില്ല. നടത്തുന്ന പത്രസമ്മേളനം എന്ന് വെച്ചാൽ BJPയോട് ചായ്വുള്ള കുറച്ച് പത്രക്കാരെ വിളിച്ചിരുത്തി അവരോടുള്ള ഒരു കൊച്ചു വർത്താനം, ചോദ്യം എഴുതി കൊടുക്കും. ആ ചോദ്യം അവർ ചോദിക്കും, പുള്ളി അതിന്റെ മറുപടി പറയും. ഇതല്ലാതെ കൃത്യമായി പത്രക്കാരന്റെ മുമ്പിൽ വിചാരണയ്ക്ക് അദ്ദേഹം ഇരുന്നിട്ടേ ഇല്ല. ആശാസമരം വിജയിച്ചാൽ എന്ത് സംഭവിക്കും, വിജയിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് വിജയിക്കുമോ, എന്താണ് അഭിപ്രായം? ഇന്നത്തെ ഈ പോക്കിൽ ആശാസമരം വിജയിക്കുമോ എന്ന് ഞാൻ വല്ലാതെ സംശയിക്കുന്ന ഒരാളാണ്. കാരണം ഭരണവർഗത്തിന്റെ ഇത്രയും വലിയ നിഷ്ഠൂര പ്രവൃത്തികളെ നേരിട്ടുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് ഈ സമരത്തെ എത്ര കാലം തുടരാൻ പറ്റും, എങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, അവർ അവിടെ സമരപ്പന്തലിൽ നിന്ന് പരാജയപ്പെട്ട് എഴുന്നേറ്റാൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ നടത്താവുന്നിടത്തോളം നടത്തി, ഇനി നിങ്ങൾ എഴുന്നേറ്റ് പോകുക എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അവരോട്. അങ്ങനെ എഴുന്നേറ്റാൽ പോലും ഞാൻ അവരെ മുഷ്ടിയുരുട്ടി അഭിവാദ്യം ചെയ്യുക ചെയ്യും. കാരണം ഒരു നല്ല പോരാട്ടം അവർ കാഴ്ചവെച്ചു. കേരളത്തിൻ്റെ മനസാക്ഷി അവർ ഉയർത്തി, കേരളത്തിലെ മനസാക്ഷി അവർ ഉണർത്തി എന്നുള്ളതാണ് ആശാസമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിന് ശേഷം കേരളത്തിൽ അതും പരാജയപ്പെട്ട ഒരു സമരമാണ്. അതിനുശേഷം അതിനേക്കാളും ജനകീയമായിട്ടുള്ള ഒരു സമരമാണ്. അതിനേക്കാൾ ജനകീയമായി, അതിനേക്കാൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സമരമായി ഇത് മാറി എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതിപ്പോ തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ മുന്നോട്ട് കാണുന്ന കാഴ്ച വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നെങ്കിൽ പോലും ഞാൻ കാണുന്ന കാഴ്ച മറ്റൊരു രീതിയിലാണ്. അതായത് ഇതിപ്പോ തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് ഇതുപോലത്തെ സമരങ്ങളെ എങ്ങനെ നിഷ്പ്രഭമാക്കാം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനെ കൂടുതൽ ശക്തമായിട്ടുള്ള സ്വഭാവത്തോടു കൂടി എതിർക്കാനുള്ള ഒരു ശേഷിയിലേക്കും അധികാരത്തിലേക്കും വീണ്ടും വരികയല്ലേ ചെയ്യുന്നത്. അല്ല, ഈ സമരം പരാജയപ്പെട്ടാലും ഞാൻ ഈ സമരത്തിന് കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, ഇനി വരുന്ന ഒരു ജനകീയ സമരത്തിന് ഈ സമരത്തിലെ പരാജയ കാരണങ്ങൾ എന്താണെന്ന് വിലയിരുത്തി അതിന് മുകളിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അതിനു മുകളിലൂടെ ഒരു സമരവുമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മറ്റു സമരങ്ങൾക്ക് അതൊരു മാതൃകയാകും, ഒരു മുന്നൊരുക്കമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ പാരലലായിട്ട് ശക്തമായിട്ട് അവർ പ്രതികരിച്ചാൽ പോലും അതിനേക്കാളും ശക്തമായിട്ട് തൊഴിലാളികൾക്ക് പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെ ഞാൻ, അതൊരു ചരിത്ര സത്യമാണ്, ഇനി ഫ്യൂച്ചറിലേക്കുള്ള ഒരു സത്യമാണ്. കാരണം ഞാൻ അതിന് കാണുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് കുറെ കാലത്തേക്ക് ഒരു സമരവും കേന്ദ്ര ഗവൺമെന്റിനെതിരെ നടന്നിട്ടില്ല. അപ്പോഴാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് പിള്ളേര് ഒരു സമരം തുടങ്ങുന്നത്. ഇവര് കൊടുത്ത ഒരു പ്രിൻസിപ്പാളിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആ സമരത്തിന് ശേഷമാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്യാൻ ആളുകൾക്ക് ധൈര്യം കിട്ടിയത്. ആ പ്രിൻസിപ്പാളിനെ മാറ്റാൻ പറഞ്ഞ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് കുട്ടികൾ നടത്തിയ സമരത്തിന് ശേഷമാണ് ഭരണക്കാരെ ചോദ്യം ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കിട്ടിയത്. കർഷക സമരം, അതിനുശേഷം സമരങ്ങളുടെ പരമ്പരയായി. കർഷക സമരം മുതല് പൗരത്വ ബില്ല്, പൗരത്വ പ്രശ്നത്തിലെ സമരം, അങ്ങനെ സമരങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അത് തന്നെ ഞാൻ ഇതിനകത്തും കാണുന്നത്. ഈ സമരം പരാജയപ്പെടുത്തിയാലും ഈ സമരം പടരുക തന്നെ ചെയ്യും. 2-3 കാര്യങ്ങൾ താങ്കൾ കുറച്ച് വ്യക്തിപരമായിട്ട് ചോദിക്കുന്നുണ്ട്. ചോദിച്ചോളൂ. താങ്കൾ ഏതെങ്കിലും പാർട്ടിയുടെ വക്താവായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾ ഒരു ഇസ്ലാമികതയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പാർട്ടി വക്താവാണോ? പാർട്ടി മതവക്താവാണോ? ഞാൻ ഒരു മതത്തിന്റെയും വിശ്വാസിയല്ല. ഞാൻ വിശ്വാസിയല്ല. ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല, എനിക്കതിനെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരുത്തനാണ്. എനിക്ക് ദൈവത്തെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരുത്തനാണ്. ഇന്ന് കേരളത്തിൽ രജിസ്റ്റേർഡായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെയും അംഗമല്ല ഞാൻ. അംഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം. ഞാൻ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ശാസ്ത്രത്തിലാണ്. മാർക്സും എംഗൽസും ഭാവന ചെയ്ത
കമ്മ്യൂണിസത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും. അത് വിശ്വാസമല്ല, എൻ്റെ ബോധ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നതിന് ജനങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ പറ്റുന്ന ഏക പ്രത്യയശാസ്ത്രം എന്ന ബോധ്യത്തിലാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, കാരണം കേഡർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഞാൻ അംഗമാകാൻ ആഗ്രഹിക്കാത്തത്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അംഗമായി ഞാൻ ആ പാർട്ടിയുടെ കേഡറിസത്തെ അംഗീകരിക്കണം. പാർട്ടി പറയുന്നത് പിന്നെ എനിക്ക് പറയാൻ പറ്റുമോ? അത് അങ്ങനെ പറഞ്ഞ് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു സഹയാത്രികൻ എന്ന് വേണമെങ്കിൽ ഞാൻ സ്വയം വിശേഷിപ്പിക്കും. ആശയങ്ങളെയാണ് താല്പര്യപ്പെടുന്നത്, ആശയങ്ങളോടുള്ള സഹയാത്രികത. തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം നീങ്ങുക എന്ന്. ഒന്നിനോടും അമിതമായിട്ടുള്ള ആരാധന അല്ല, ഒന്നിനോട് ഞാൻ അടിമയല്ല. ഞാൻ ഒരു 4 വേലിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അത് എന്നെ കൊണ്ട് പറ്റില്ലാത്ത പരിപാടി. ഞാൻ ഈ സാബുസ്വാമി എന്ന് എഴുതുമ്പോ പലരും വിചാരിക്കുന്നുണ്ട് താങ്കൾ ഒരു സന്യാസിയാണോ. സന്യാസി എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം അവര് പഠിക്കട്ടെ എന്ന് എനിക്ക് പറയാം. തീർച്ചയായിട്ടും. 2, സ്വാമി എന്നത് എന്റെ ഒരു വിളിപ്പേര് മാത്രമാണ്. നാരായണ ഗുരുകുലത്തിൽ അംഗമായപ്പോ എല്ലാവരും ഗുരുകുലങ്ങളിലും ആശ്രമങ്ങളിലൊക്കെ ഇരിക്കുന്ന എല്ലാവരും സ്വാമിമാരാണ് എന്നുള്ള തെറ്റിദ്ധാരണയില് സ്വാമി എന്ന് വിളിച്ച്, പിന്നെ അതിനെ ഞാൻ എന്നെ എന്ത് പേരിട്ട് വിളിക്കുന്നതിന് ഒരുപോലെ കാണുന്നതുകൊണ്ട് വിളിച്ചോ. അതായത് യുക്തി ഉള്ളതുകൊണ്ട് യുക്തിവാദി ആവാനും കഴിഞ്ഞില്ല, മതത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മതവിശ്വാസി ആവാനും കഴിഞ്ഞില്ല. അല്ല, എനിക്ക് യുക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ യുക്തിവാദി ആവാത്തത്. അതെ, കാരണം യുക്തിവാദി അല്ല ഇന്നിവിടെ ഉള്ളത്, നിരീശ്വരവാദിയാ. നിരീശ്വരവാദ ഈശ്വരവാദത്തിന്റെ ഒരു മറുപുറമായി മാത്രമേ ഞാൻ. രണ്ടിനും ഒരേ സ്വഭാവം. ഈ പറഞ്ഞ സുരേഷ് ഗോപിയും മറ്റേ ഒരാൾ കടക്ക് പുറത്തെന്ന് പറയുന്നു, ഒരാൾ സെക്യൂരിറ്റീസിനോട് പറയുന്നു, ഒരാള് അതേ സ്വഭാവമായി മത സംഘടനകൾക്കും യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്കും. അതുകൊണ്ട് ഞാൻ യുക്തിവാദി പ്രസ്ഥാനത്തിൽ അംഗമല്ല. തീർച്ചയായിട്ടും ഞാൻ ഒരു നിരീശ്വരവാദിയല്ല. ഞാൻ ഒന്നിനും വാദിക്കുന്നില്ല, എന്റെ ബോധ്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. സന്തോഷം.